വിമാനം വിമാനം പോന്നെ വിമാനം പോന്നെ ഇതാണ് ജിന്ന് കെട്ടോ. അപ്പൊ ചങ്ങായി പട്ടികളെ മുനീറിനെന്താ കിട്ടിയ മുനീറ കാണിച്ച. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മള് ലക്ഷദ്വീപില് പോവാണ്. അപ്പൊ നമ്മളെ കൂടെ നമ്മള് യാത്ര അയക്കാൻ വേണ്ടിട്ട് പേര് റിയാസ്, പിന്നെ നമ്മള് ഡ്രൈവർ നമ്മളെ തങ്ങളുണ്ട്, പിന്നെ നമ്മളെ എല്ലാമായ ഇതിന്റെ അമീൻ. അപ്പൊ അമീനാണ് മെയിൻ എല്ലാം സെറ്റപ്പ് ആക്കുന്നത്. അപ്പൊ ഫാറൂഖ് ഉമർ എല്ലാം നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ട്. എയർപോർട്ടൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വ്ളോഗൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് അവിടെ എത്തിരി കാണിച്ചു തരാം. ഫുള്ള് പ്രഷറില് കണ്ട രോമെല്ലാം അണിച്ചിട്ട് മുനി ഫാറൂഖ് ഫുള്ള് പ്രഷറില് വർക്കുന്നുണ്ട് കയ്യെല്ലാം. ഇല്ലേ നീട് പുറപ്പെട്ട് കുടിച്ചില്ലേ? കുടിച്ചില്ലേ? ഇതാണ് മൊത്തത്തില് ഇതാക്കിയ ഞങ്ങളെ ലേറ്റ് ആക്കിയ ആള്. അപ്പൊ ഗൈസ് ബോർഡിംഗ് പാസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കേറിയിട്ടുണ്ട്. ഫുള്ള് വീഡിയോ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. എന്തൊക്കെ ചളി നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സൗണ്ട് ആക്കി തന്നെ ബ്ലോഗ് ആക്കുന്നുണ്ട്. കാരണം എല്ലാവരും നോക്കുമ്പോൾ ആൻസിനെ നാണക്കെടാം കേട്ടോ. ഞങ്ങൾക്ക് നാണം വരികയില്ല. നമ്മൾ ഫ്ലൈറ്റെല്ലാം കയറിയിട്ട് അവിടെ എത്തിയിട്ടെല്ലാം കാണിച്ചു തരാം. പിന്നെ മെയിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷദ്വീപ് ഇതുവരെ കണ്ടില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കാണുന്നൊരാഗ്രഹം. അപ്പോൾ കണ്ടില്ലാത്ത അഭിപ്രായം പറഞ്ഞില്ല. ഹായ് 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 ഓക്കെ. അപ്പോ നമ്മളൊരു ഫാൻ എന്നെല്ലാം പറയുന്നുണ്ട്. ശരിതാണ്. പിന്നെ ബാക്കിൽ കാണുന്ന ആ ഒരു പെണ്ണാണ് ഇതിനെ ഫുള്ള് നിയന്ത്രിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചിയിലെത്തി. അപ്പോൾ കൊച്ചിയിൽ കുറേ ആൾ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളെ ചങ്ങായിമാരെല്ലാം ഓരെല്ലാം ബാരയിൽ പോകുന്നതാണ്. അപ്പോൾ വേറെ ഫ്ലൈറ്റ് കയറുന്നത് ഞമ്മ ഇതേ ചെറിയൊരു തീപ്പെട്ടി പോകുന്ന വിമാനത്തിലാണ് പോകുന്നുള്ളത്. കാരണം ലക്ഷദ്വീപിൽ സ്ഥലം കുറവായിട്ട് ചെറിയ വിമാനം പോയി എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ എത്താറായി. അപ്പോൾ എത്തുമ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. പേരെന്ത്? അബ്ദുൾ റഹ്മാൻ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കാസർഗോഡ് മുണ്ടോ പോലെ തന്നെ മുണ്ടെന്നാൽ ഭാഷയിലൊന്നും മുണ്ടോ. എന്തായി സുഖം? പിന്നെ വേറെ വിഷയം കൂടെ വട്ടാങ്ങല അങ്ങനെ ഇവിടെ മഴ കാറ്റ് കാലം ഉണ്ടാ. അതായത് മഴ ഉണ്ടാന്നല്ല ചോദിച്ചത്. സംഭവം നമ്മളെ കാസർഗോഡിൽ പറഞ്ഞ ഭാഷ ഇത് കേട്ടില്ലേ. പിന്നെ വിമാനത്തിന് പിള്ളേല്ലാരും ഇറങ്ങിയത് ഇവിടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പാർട്ടിയും ഇതൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ ഉണ്ട്. പക്ഷെ അവിടെ തമ്മിൽ തല്ലൊന്നുമില്ല. എല്ലാരും ഒറ്റക്കെട്ടായിട്ട് കുറച്ച് സ്ഥലമുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ 5 മിനിറ്റിനുള്ളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു അങ്ങനെ പറയണേ. അങ്ങനെ പറയുന്നതാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട്. എന്ന് പറയുന്നത് സുഖം, നല്ല രസം, നല്ല സുഖം. അപ്പൊ ഇതാണ് ചങ്ങായിമാരെ ലക്ഷദ്വീപ്. ഓക്കെ, ഇവിടെ എത്തിയാൻ പറ്റില്ല. ഭയങ്കര ഒരു വെളിച്ചം പോലെ. തിയേറ്ററില്ല അവസാനം കഴിച്ച് നമ്മൾ താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. വീട് കാണിച്ചു തരാം. ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര കാറ്റ്. ഈ കാറ്റിന്റെ സൗണ്ടിൽ നമ്മളെ സൗണ്ട് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മളെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് 2-3 ചെറുക്കന്മാരുണ്ട്. അപ്പൊ ഇവരാണ് ഇതിന്റെ മെയിൻ വീട്ടിന്റെ ഓണർ എന്നല്ല പറയുന്നത്. ഹായ് ബ്രോ, പേരെന്താ? ഫാറൂഖിനാണെങ്കിൽ വെസ്നീട്ട് വരെ കോടലേരി എന്നാ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കട്ടെ. എന്താ
പപ്പടലുണ്ട് ഗൈസ്. അപ്പൊ ഇതിനൊന്നും ഞങ്ങൾ പറയാൻ നിൽക്കുന്നില്ല, തുന്നി കഴിച്ച് ബാക്കി പറയാം അല്ല. പക്ഷെ അങ്ങനെ പോലെ ഞങ്ങൾ കുളിച്ച് റൂമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന് എവിടെ സ്ഥലത്തെ കൊണ്ടുവന്ന് മോട്ടിയിട്ടില്ല. അപ്പോൾ ലക്ഷദ്വീപിൽ വന്നാലും മോട്ടിയിട്ടിലേക്ക് എന്തായാലും അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ചായക്കട. അപ്പോൾ ചായക്കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെക്കന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ഞങ്ങളെ എല്ലാം നോക്കുന്ന ഒരാൾ, ഇവിടുത്തെ ഡോണ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചായക്കട. ഹായ് ബ്രോ. ഹായ് ഹായ് ഹായ്. ചായക്കുള്ള കടിയെല്ലാം നല്ല രസം. തേങ്ങ പിന്നെ ഒരു അങ്ങനെ ഗായ്സ് നമ്മള് അവിടെ എത്തി. എവിടെ ഫോർക്ക് നമ്മൾ എത്തിയത്? ഇറങ്ങുമ്പോ എന്തോ പറഞ്ഞില്ല, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബോട്ട് ജെട്ടി. വായി മാറിയുന്നില്ല, മുനീർ തന്നെ പറഞ്ഞു ബോട്ട് ജെട്ടി. അപ്പോ ഇത് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇവിടുത്തെ ക്ലാസ് ഇറങ്ങുന്നില്ല. ഇവിടുത്തെ വെള്ളം നല്ല നീല കളറുള്ള വെള്ളം ഗൈസ്. പിന്നെ നല്ല നീല കളറുള്ള വെള്ളം. കുറെ ആളൊന്നുമില്ല, ഉള്ളത് ഇപ്പോ ഞങ്ങൾ വന്നത് നല്ല സീസണുള്ള സമയമൊന്നുമല്ല, അതുകൊണ്ട് കുറച്ച് ആൾക്കാർ നാട്ടാരാ ഭയങ്കര വൈബാണ് വന്നില്ല. അപ്പോ മുനീർക്ക ഇവിടുത്തെ ഇത് കണ്ടിട്ട് ബോട്ട് ജെട്ടി കണ്ടിട്ട് എന്ത് പറയാനുള്ളത്? അത് ശരി, പക്ഷെ അത് സംഭവം ഇതെല്ലാം കണ്ടിട്ട് ആകെ പാറ് ചളി കണ്ടിട്ട് ടയറിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണല്ല. ഫോട്ടോ എടുക്കാനാ? അപ്പൊ ചങ്ങായിമാരെ നമ്മൾ നേരത്തെ ബീച്ചിലെല്ലാം പോയിട്ട് വന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഭയങ്കര കാറ്റ്. മുനീർക്ക കാണുന്നില്ല, ഫുള്ള് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ താമസിക്കുന്ന സ്ഥലം, നേരത്തെ കാണിച്ചല്ലോ. അപ്പൊ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ കാണിച്ചറിയാം കേട്ടോ, പുറത്തെന്താ വൈബ്, ഭയങ്കര കാറ്റ്. ഭയങ്കര വൈബ് തന്നെ. അപ്പോൾ ഞങ്ങളെ ബോട്ട് വന്ന് വിളിക്കുന്നുണ്ട്, ബോട്ട് കയറട്ടെ. ചങ്ങായിമാരെ അപ്പോൾ നമ്മൾ ബംഗാരം പോകുന്നത് ക്യാൻസലാക്കി, ഭയങ്കര കാറ്റല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ് കുറച്ച് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയല്ല, കാരണം നമുക്ക് ഭയങ്കര പേടിയാണ്. അതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ പോകുന്നത് കയാക്കി. കയാക്കി എന്ന് പറഞ്ഞാൽ ആ ബോട്ടില്ല, അതിൽ പോകുന്നതല്ല. അവിടെ ഒരു ചാടി നോക്കുക ബാത്റൂമിന്റെ അവിടെ എന്റെ കണ്ണട. ഞാൻ ബാത്റൂമിൽ പോയി. ടെൻഷൻ ആണ്ട, നമുക്ക് വേറെ കണ്ണട കാണാനല്ല. കണ്ണടല്ലേ ഇവിടെ ഇവിടെ കള്ളനെ കിട്ടി. അപ്പൊ ഗായ്സ് ഞാനും നമ്മളെ ഇക്കാന്റെ പേര് മറന്നിക്കാ, പേര് പറഞ്ഞിക്കാ, റഹ്മത്തുള്ള അക്കാന്റെ കൂടെ ഇപ്പൊ നമ്മള് ഇത് എന്താ പറയുന്നിക്ക, ഹയാക്കിയിൽ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു പേടിയുള്ള സംഭവമാണ്. കടലിൻ്റെ ഇതിൽ പോകുന്ന പറയുമ്പോൾ ചില്ലറ സംഭവമൊന്നുമല്ല. പിന്നെ സേഫ്റ്റിൻ്റെ സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇക്കാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ലക്ഷദ്വീപിൽ വന്നാൽ ഈ ഒരു വൈബ് എടുക്കേണ്ട തന്നെ, കാരണം അത് ഇവിടുത്തെ കടലിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. നല്ല ക്ലിയർ, അത് ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാളും ക്ലിയർ, നല്ല മണ്ണെണ്ണ പോലത്തെ കളറിലെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രീ ആയ സമയം ഇവിടുത്തെ അൺസീസൺ ടൈം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഫുള്ള് വൈബ്, ഫുള്ള് ചുറ്റും കടലാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ മുനീർക്കാവ്, അനസ് ബായ്, പിന്നെ അതുപോലെ ഫാറൂഖ് എല്ലാം അവിടെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാണ്. പിന്നെ എനിക്ക് കുറേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ശ്വാസത്തിൻ്റെ ചെറിയ പ്രശ്നമെല്ലാം ഉണ്ട്. ഇങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ ഓന്നെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പുറകുന്നുണ്ട് അവർ.
പുറകുന്ന് ഫാറൂഖ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചങ്ങായി വരാം. അപ്പോൾ ഇനി ഇവിടെ കുറേ ഫോൺ പിടിക്കുന്ന റിസ്ക് ആണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഫോൺ പോയാലും പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വേറെ സംഭവമായിട്ട് തരാം. ചങ്ങായിമാർ, അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വീണ്ടും വന്ന് എന്നിട്ട് നമ്മളെ മുത്തുമണി എടോ കൊണ്ടുവന്ന് അറിഞ്ഞിട്ടുണ്ട്. എവിടെ കൊണ്ടുവന്ന കൽപ്പറ്റി എന്ന് പറയുന്ന വേറൊരു ദ്വീപല്ലേ, അവിടത്തേക്ക്. നേരത്തെ ഒരെണ്ണം പറഞ്ഞത് അത് ക്യാൻസൽ തന്നെ ആയി, കാരണം അതിനുശേഷം ക്ലൈമറ്റ് ശരിയില്ലായിരുന്നു. വീണ്ടും നമ്മളെ ചങ്ങായിലുണ്ട്. എന്താ നാണക്കേട് എനിക്ക് ഒരു പെണ്ണുങ്ങളെ പോലെയാണ് കൈസ്, ഭയങ്കര നാണക്കേട്. ഓക്കെ, മുനീർക്ക പുള്ളിയുടെ ക്ലീൻ ആക്കുന്നുണ്ട്, അനാസ് പുള്ളി മേക്കപ്പ് ആക്കുന്നുണ്ട്. ഫാറൂഖിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, കുറച്ച് പ്രായമുള്ള ആളെ പോലെ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതിനെ കുറിച്ച് എന്താ പറയാ, ഒരു പിക്കർ. അപ്പൊ ഓക്കെ, നമുക്ക് ഫുള്ള് അത് കണ്ടിട്ട് വരാം. അപ്പൊ ചങ്ങായി വരെ നമ്മള് റൈഡ് തുടങ്ങിയിട്ടുണ്ട്. റൈഡ് അതിനെന്ത് പറയുന്ന, ബോട്ടിൽ പോകുന്നതാണ്, ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടിയിലെ ക്ലാസ് ആണ്. ക്ലാസിന്റെ അടിയിൽ വെള്ളമെല്ലാം കാണുന്നുണ്ട്. ഇതെന്താണ്, ഷെഡിയാണ്? ഷെഡിയാ? ഓ ഗായ്സ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലാണ്. പിന്നെ എല്ലാം ഒരു ബയസാവാത്ത പുള്ളന്ന് പറയുന്നത്. കണ്ടെങ്കിൽ വിലയായിട്ട് തോണ്ടാൻ മാറും, പക്ഷെ പുള്ള ബുദ്ധിയെല്ലാം പുള്ളമാർക്ക്. പിന്നെ പക്ഷെ ഇത് കൊറേ കാണിക്കാനൊന്നുമില്ല, ഇതന്നെ സംഭവം. ചങ്ങായിമാരെ, നമ്മളെ ദ്വീപ് ഇതാ കാണാൻ തുടങ്ങി. ചെറിയ ഉറുമ്പ് പോലെ ആയിട്ടാണ് കാണുന്നത്, അല്ല പാമ്പ് പോലെ ആയിട്ടാണ് കാണുന്നത്. അല്ലല്ല, അതൊന്നും കാണിച്ചല്ല. അത് വീഡിയോ കാണുന്ന ആൾക്കാർ. ഹലോ ഗൈസ്, അപ്പൊ ഇതിന് കമന്റ് ഇടണം ആരെ ഭാഗത്ത് ശരിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുള്ള മലയാളം, എന്ത് പറയാനുള്ള? ചങ്ങായിമാരെ, എല്ലാവരും പെട്ടെന്നൊരു സംഭവം കണ്ട. എന്താ അറിയോ, ഈ ക്ലാസിന്റെ ഉള്ളിൽ കാണുന്ന കണ്ട മീൻ. ഇത് നിങ്ങൾ വിചാരിക്കൂ എന്താ അതിനെ പറയുന്ന, ക്ലാസ്സിൽ ഇട്ടച്ച മീൻ. നല്ല, ഇത് കടലിന്റെ നടുക്ക് നമ്മൾ കാണുന്ന സംഭവമാണ്. മീനൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. എവിടെ? ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യ അതാ, അത് രാജാവ്, പൈസയുള്ള രാജാവിന്റെ ഫോട്ടോ. ഇറങ്ങ 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 ഇറങ്ങ, കാറ്റ് ഭയങ്കര ഉണ്ട്. എനിക്ക് ഒരു മിനിറ്റ്. അല്ല, അപ്പൊ ഇതാണ് അടുത്ത. ഇവിടത്തെ പ്രത്യേകത എന്താ അറിയോ, ജനവാസം ഇല്ല. ആകെ ഉള്ളത് ഇപ്പൊ അപ്പൊ നമ്മളെ പൈസയിൽ കാണുന്ന സാധനം ഇവിടാണ് ഉള്ളത്. കറക്റ്റ് വിമാനം 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 വിമാനം. മഴയാണ് ഫുള്ള്. അങ്ങനെ മഴയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ജനവാസം ഇല്ലാത്ത ദ്വീപാണ്. ഓക്കെ, ഇവിടെ മെയിൻ കാടാണ്. ഇതുപോലത്തെ കാട്. എങ്ങോട്ട്? ഇതല്ലേ? അവസാനം നമുക്ക് സ്വർണം കിട്ടും. എന്നിട്ട് നാട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കും. അപ്പൊ നിന്റെ മനസ്സിൽ സ്വർണത്തിന് വെച്ചിട്ടാണ് നീ ആ കള്ള നോട്ടം നിലത്തേക്ക് നോക്കുന്നത്.
അവൻ തുടങ്ങി തിമിങ്കലത്തിന്റെ ഛർദി തപ്പി നടക്കുന്ന. അതിന് 30 കോടി കിട്ടിനല്ല മുമ്പ് കിട്ടിയ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കല്ല്. അപ്പൊ ഇവിടുന്ന് ഞാനൊരു കല്ല് പെറുക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സ്പെഷ്യൽ കല്ലാണ്. അപ്പൊ ഇത് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാല് ഒരു ചെറിയൊരു റേറ്റിന് ഇതിനെ വിൽക്കും. വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം കേട്ടോ. അപ്പൊ ഇവിടെ വലിയ കാണിക്കേണ്ടി ഒന്നുമില്ല. ഈ ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു കുറ്റിക്കാട് ഉണ്ടാവൂലേ, അതുപോലൊരു സംഭവം. ഇതാ ഇത് മൊത്തം കാണാം. ഇതാ പിന്നെയും വിമാനം പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ ദ്വീപിന്റെ ഉള്ളിൽ കയറിയിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ പിന്നെയും കടല്. എന്ത് ബ്യൂട്ടി അല്ലേ. സെറ്റ് ഞണ്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ഞണ്ട് നോക്കിക്കോ, സ്പെഷ്യൽ ഞണ്ട്. അതന്നെ ഞണ്ട് പോലെ തന്നെ ഉള്ള. മുനീറിനെന്താ കിട്ടിയ? മുനീറ കാണിച്ച ഭയങ്കര വൈബന്നല്ല ഇവിടെ ഒരു അല്ല. അങ്ങനല്ല, മനസ്സമാധാനം എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പോയാൽ മതി അല്ല. മനസ്സിനൊരു കുളിർമ. ആഹാ. ലക്ഷദ്വീപിലൊരു കല്യാണം ഈ കാണുന്നതാണ് ലക്ഷദ്വീപിലെ കല്യാണം. അപ്പോ കല്യാണം നമ്മളെ പഴയ ഒരു സ്റ്റൈലാണ്. ആൾക്കാരെല്ലാം ബിരിയാണി അപ്പൊ ചങ്ങായിമാരെ നമ്മ ഇന്ന് വന്നിട്ടുള്ളത് ലക്ഷദ്വീപില് നമ്മളൊരു മംഗലാപുരത്ത് ഒരാളെ പരിചയപ്പെട്ടു. പേരെങ്ങനെ? ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം ഖാൻ ഇന്ന് പരിചയപ്പെട്ടപ്പോ മംഗലാപുരത്തെ ആളാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ലക്ഷദ്വീപിൽ എന്റെ വീടെല്ലാം ഉണ്ട്, വന്നിട്ട് ഫുഡ് കഴിക്കാന്ന്. ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാണ്. അപ്പൊ ലക്ഷദ്വീപിലെ വീട്ടില് നെയ്ച്ചോറ്, കറി എന്ത് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അതെ. അപ്പൊ നിങ്ങക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളെ ഇക്കാന്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ലക്ഷദ്വീപില് നമ്മളെ ഇക്കാന്റെ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്. അതെ, ഫുള്ള് സെറ്റ്. ഇതുപോലത്തെ കട കാണുന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ എന്താ പറഞ്ഞു. ഇതെല്ലാം എന്താ അരിയാ? അരി. അപ്പൊ ഇതിങ്ങനെ ഇവിടെ കട ഒന്നും കൂടുതലൊന്നും ഇല്ലതാ. ഇങ്ങനെ ഒറ്റപ്പെട്ട കടകളെ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ സീസൺ ടൈമിന് ആൾക്കാരുണ്ടാവുള്ളൂ. മറ്റേ ടൈമിന് എല്ലാവരും സ്റ്റോക്ക് ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ ബീച്ചിലൊക്കെ മാങ്ങുപ്പിലിട്ടത് അങ്ങനത്തെ ഉണ്ടാവും. സീസണിൽ മാത്രല്ല. അപ്പൊ ഈ അതല്ല, ഈ സീസൺ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിനുള്ള ഫുഡെല്ലാം സ്റ്റോക്ക് ആക്കി വെക്കും അല്ലേ? സ്റ്റോക്ക് ആക്കി വെക്കും. ആ സീസണിൽ കച്ചവട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഫുഡ് റെഡി ആക്കി വെക്കും. പിന്നെ സെപ്റ്റംബർ, പിന്നെ ലാസ്റ്റ് ഏപ്രിൽ, മാർച്ച് അടുത്ത സീസൺ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും പിന്നെയും തുടങ്ങും. ഓക്കെ. അപ്പൊ ചങ്ങായിമാരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സംഭവിച്ചാൽ ലക്ഷദ്വീപിൽ ഇവർ കച്ചവടം ചെയ്യുന്നത് സീസൺ ടൈമിന് മാത്രം. ഈ സീസൺ ടൈമിന് ഇവിടെ എല്ലാവരും വരും പുറത്തുനിന്ന്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് നല്ല കച്ചവടം ചെയ്തിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പൊ 3 മാസം സീസൺ അല്ല. അപ്പോൾ ഇവിടെ കച്ചവടം നടക്കും. എല്ലാ കടയെല്ലാം ഓഫ് ആക്കിയിട്ട് ഇതുപോലത്തെ ഒറ്റപ്പെട്ട കട മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഈ സമയത്ത് ഇവരല്ലല്ലോ ഫുഡ്, അതായത് അരി സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ആക്കി വെക്കും ഈ 3 മാസത്തേക്ക്. അല്ലാതെ വേറെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ് മെയിൻ ഇവരെ വരുമാനം. അപ്പോൾ ഈ 3 മാസം ഇപ്പം ഞങ്ങൾ വന്നത് ഈ അൺസീസണിലാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വരാൻ കാരണം ഞങ്ങൾ ഇപ്പോഴാണ് ഫ്രീ ആയത്, കാരണം നാട്ടിലവരൊരു ബിസി ആയിട്ട്. അപ്പോൾ ലക്ഷദ്വീപിൽ കുറേ പഠിക്കാനുണ്ട്, നിങ്ങൾ കുറേ വ്ളോഗുകളിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങളെ ശരിയായി ഞങ്ങളെ അനുഭവം നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാത്രം. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ ഇത് വീഡിയോ എടുത്ത് ഞങ്ങൾ ഇപ്പോൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്ന ഒന്നും പറയുന്നില്ല. എവിടെ എത്തുന്ന അവിടെ നിന്ന് ക്യാമറ ഓൺ ആകും. അപ്പൊ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരിക കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഫുള്ള് മീൻ പിടിച്ച. അപ്പൊ ശാലും ഇവലൊക്കെ പാടെ കൂടിയിട്ടാ ജീവനുള്ള മീൻ തന്നെ കേട്ടോ. അപ്പൊ ലക്ഷദ്വീപിൽ വന്നാൽ ഇതല്ലേ ഒരു പ്രത്യേക, നമ്മുടെ നാട്ടിലുണ്ട് ഇവിടുത്തെ ഒരു വേറെ തന്നെ. അപ്പൊ ശങ്കരപാടി നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോവാണ് കൽപ്പേരിക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ കൽപ്പേരി എന്ന് പറയുന്ന ഒരു വേറൊരു ദ്വീപിലേക്ക് പോവാണ്. അപ്പൊ അതിനു വേണ്ടി ആ ലോങ്ങിൽ കാണുന്നതാണ്, അവിടെയാണ് ഷിപ്പ് ഉള്ളത്. ഇവനല്ല ഷിപ്പിൽ കയറുന്നുണ്ടെങ്കിൽ അതല്ല ഷിപ്പ്, അതാണ് ഷിപ്പ്. അതാ ആ കാണുന്ന ലൈറ്റ് കാണല്ലോ, അതാണ് ഷിപ്പ്. അപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ട് ബോട്ടിൽ കയറിയിട്ട് നേരെ ഷിപ്പിൽ കയറും. സാധാരണ ഷിപ്പിന്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഇന്ന് സംഭവം എന്ന് വെച്ചാല് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് പോവാൻ നേരത്ത് താങ്ക് യു. അപ്പൊ ഏതായാലും നമുക്ക് ഷിപ്പിൽ കയറിയിട്ട് കാണിക്കാം. ഇവിടുന്ന് വേറെ ചെറിയ ബോട്ടിൽ പോകണം. അപ്പൊ നമുക്ക് കയറിയിട്ടായിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഗായ്സ് ഞങ്ങള് ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ചങ്ങായിമാരെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നേരെ ഞങ്ങള് ഷിപ്പിലോട്ടാണ് പോകുന്നത്. ഭയങ്കര ഈ ഫോട്ടോ നമ്മളെല്ലാരും കയറായോ? ദൂരം ചെല്ല മടിയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ എത്തിയതിനു ശേഷം ഫുള്ള് ഉള്ളിൽ കാണിച്ചു തരാം. ഓക്കെ. എത്ര മുന്നൂറ്റി അപ്പൊ ഗായ്സ് നമ്മള് ഷിപ്പിന്റെ ഉള്ളില് അതിന് പുറത്ത് വന്നിട്ടുണ്ട്. ഉള്ളില് കേറിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മള് പോണ ഭാഗം മാത്രം ലൈറ്റ് ഉള്ളോണ്ട് ഇങ്ങനെ കാണാം അല്ലേ. ഉള്ളിൽ നടുക്കടലിന്റെ ഉള്ളിൽ കൂടി പോവാ. ഇതിന് നാളെ രാവിലെ എത്തുള്ളൂ. നാളെ രാവിലെ ഞങ്ങൾ അവിടെ എത്തുള്ളൂ. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. അപ്പൊ അവിടുന്ന് വീഡിയോ എടുക്കാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഉള്ളിൽ ആ ഫുഡ് കഴിക്കുന്നതിൽ പറയുന്ന വൈബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ലക്ഷദ്വീപിന്റെ വൈബ് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ബാക്ക് ക്യാമറയിൽ ഫുള്ളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷിപ്പിന്റെ സൈഡ്. ഓക്കെ. മാലുന്നുണ്ട്, മറ്റേ വെള്ളടിച്ചിട്ട് മാലം പോലെ മാലുന്ന. അപ്പോൾ ഞങ്ങൾ റൂം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നലെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഛർദ്ദിച്ചിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ റൂം കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആദ്യം അത് കാണിച്ചാൽ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് മോർണിംഗിൽ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച മുറി. ഇന്നലെ ഛർദ്ദിച്ചിട്ടൊന്നും പറ്റിയില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മൾ കൽപ്പേനി എത്തിയിട്ടുണ്ട്. നമ്മൾ കൽപ്പേനിയിൽ ഇറങ്ങാൻ പോവാണ്. ഓക്കെ.
ചാടരുത്, ഞാൻ കണ്ട ബാലൻസ് ആയിട്ട് കൊറേ കാലായിട്ട് വന്നിട്ട് ഓൻ പേടിക്കുന്നില്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടുന്ന് കൽപ്പനയ്ക്ക് പോവാണ്. ഷിപ്പ് ഇറങ്ങി അതിലിപ്പോ ബോട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗായ്സ്, വണ്ടിയിൽ കയറി. ഫാറൂഖ് ഞാൻ കയറിയില്ല. അതേ കുടുംബക്കാര് അമ്മക്കളെ പറ്റോ തൈമു കയറിയില്ല. തൈമു കയറുന്നില്ലേ? ആ ഓക്കെ. ഫോൺ എന്നിട്ടുണ്ട്. ഫോൺ വാങ്ങിച്ചോ? ഫോണാരോ എന്തോ വീണ ഇളകിട്ട് വണ്ടിന്റെ വാട്സാപ്പ് പോയി. എന്തോ നമ്പർ പ്ലേറ്റ് വീണ്. ആ പറക്കിൽ വെക്കാൻ പറയണ. പറിക്കല്ല, എടുത്തു വെക്കാണ്. അങ്ങനെ നമ്മള് കവരത്തി അല്ല കൽപ്പനയിലേക്ക് യാത്ര തിരിച്ചു ഗായ്സ്. അപ്പൊ മെയിന് നമ്മളെ അമീനാണ് ഇന്ന് നമ്മളെ ഫുള്ള് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. അമീന്റെ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ്. ഇനി ഇവിടുത്തെ ലോഡ്ജൊന്നും നിങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല, കാരണം സാധാരണ ഇവിടെ എല്ലായിടത്തുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും. ഇത് നമ്മൾ ഹായ് ഓക്കെ ഗുഡ് മോർണിംഗ്. ഈ റിസപ്ഷന് മുകളിൽ റൂമുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി റൂം കാണിച്ചില്ല എന്ന് പറയുന്നില്ല, ഇതന്നെ നമ്മളെ റൂം. ഓക്കെ. 4 പേർക്ക് 4 ബെഡ്. മുനീർക്കാക്കി ഇരിക്കാൻ ഒരു കസാര, എനിക്ക് ഫാറൂഖിന്. ആൻസിനില്ല, ആൻസിൻ്റെ ചെറിയ കസാര ഉണ്ട്. ഗായ്സ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇവിടുത്തെ ഒരു കടലിലാക്കാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഈ കടലിൻ്റെ പ്രത്യേകത എന്താ അറിയോ? വേലി ഇറക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് ചങ്ങായിമാരെ ഇവിടുത്തെ കടൽ. അതായത് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയില്ലേ, റൂമിൽ പോയില്ലേ. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ ഒരാൾ പറഞ്ഞ് ഇവിടെ ഒരു കടലിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് പറഞ്ഞു. അങ്ങനെ വന്നത്. കടൽ നല്ലോണം ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ചങ്ങായിമാരെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതെല്ലൊരു വൈബ് അത്ര തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും അതിന് എന്ത് പിരാന്തി ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിനൊരു ശാന്തി സമാധാനമെല്ലാം കിട്ടിയത്. നാട്ടിലുണ്ടാകുമ്പോൾ ഫുള്ള് തിരക്കായില്ല പോയി. ഇതല്ല ഒരെല്ലായിടത്തും ഇതിൽ ചർച്ച ആക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരാൾ ഇതെല്ലാം അമീൻ്റെ തള്ളു കേട്ടിട്ട് ഒരെല്ലാം നിൽക്കുന്നുണ്ട്. ഓക്കെ. നടന്നു പോകാൻ പറ്റും. പെട്രോൾ പമ്പ് അല്ല, ഇവിടെ പെട്രോൾ പമ്പിൽ സാധാ പോലെ ആർക്ക് എന്നാലും കിട്ടുമോ? ശരിക്കും ഇവിടെ പെട്രോൾ കിട്ടുന്നത് ഒരാൾക്ക് എത്ര ലിറ്റർ? അതല്ല, ഇവിടെ ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടും? അതല്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ വണ്ടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാല് പെട്രോൾ കിട്ടുമോ? അപ്പൊ മറ്റേ ദ്വീപില് എന്താ ഒരു കണക്കുണ്ട്, ഇവിടെ ആ കണക്കില്ല. പെട്രോൾ പമ്പ് വന്നതിന് മുമ്പുണ്ടായി. ഇവിടെ കുഴപ്പമില്ല. അപ്പൊ അവിടുത്തെ ഇപ്പൊ 2 ആഴ്ചയായി പെട്രോൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ അടിപൊളിയാണ് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പോയടുത്ത് പറഞ്ഞാൽ എങ്ങനെ സംഭവം പറഞ്ഞെങ്കിൽ, നേരത്തെ പോയടുത്ത് പറഞ്ഞാല് റേഷന് മാതിരിയാണ്. മാസത്തിൽ 10 ലിറ്റർ ഒരു വണ്ടിക്ക് 10 ലിറ്ററേ കിട്ടും. ഇവിടെ എന്താ നമ്മുടെ നാട്ടിലത്തെ പോലെ
സാധാ പെട്രോൾ പമ്പ് ഉണ്ട്. അതായത് നമ്മളെ റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങുന്ന പോലെ ആൾക്ക് ഇത്ര കണക്കെല്ലാം ഉണ്ടാവും. പിന്നെ അവര് എന്താ വേറെ ആളെടുത്തുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകും. ഇപ്പൊ ടാക്സി ആയിട്ടൊക്കെ ഓടുന്ന ആൾക്കാർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പോലെ ഇവിടുന്ന് 2 നീളം പോകാനൊന്നും ഒരു വണ്ടി എടുക്കൂല, നടന്നിട്ടേ പോകുള്ളൂ. ആകെയുള്ള എത്ര 8-9 കിലോമീറ്റർ അല്ല. ഇവിടെ കല്യാണത്തിന് പുതിയാപ്പിളൊക്കെ ബൈക്കുമേ പോകും. അത് ഭയങ്കര രസമല്ല, നല്ല രസമായി. ഹൈസ്കൂൾ ഏതാ? പഴയ ബിൽഡിംഗ് ഇപ്പൊ ഒരു വർഷം മുമ്പ് കൊടുത്ത് ഇതാണ് ഹൈസ്കൂൾ അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ട്. ഞാൻ നേരത്തെ പോയ ദ്വീപിലത്തെ സ്കൂളെല്ലാം ചെറിയതാ. ഗായ്സ്, അപ്പൊ അങ്ങനെ റൂം നമ്മൾ കുളിച്ചിട്ടെല്ലാം വന്നിട്ട് വീണ്ടും കടലിൽ കുളിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. മുനീർക്ക് പിന്നെ ഇന്നലെ തൊട്ട് കുളിച്ചിട്ടില്ല, പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കുളിച്ച് ഫ്രഷായി നല്ല മുഞ്ചെല്ലാം ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ കടലിലാണ് കുളിക്കാൻ വന്നത്. ഇവിടുത്തെ കടലിലാണ് മെയിൻ ഹൈലൈറ്റ്. എന്താ അറിയോ, എവിടെ കടലിൽ പോയാലും ഈ ഒരു മജ നടത്തിക്കുമ്പോൾ ഒരു പോലീസിനുണ്ട്. മേക്കമ്മറിൽ കാണിച്ചാലോ. ഹായ് ഹായ് ഹലോ. ഓക്കെ, ഇതെല്ലാം എടുത്ത മൊഞ്ചന്മാരെല്ലാം കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. രാവിലെ തന്നെ കുളിക്കുന്ന ഇവിടെ വന്നിട്ടാ. ഹായ്. അപ്പുറം ഒരു ചെറിയൊരു ദ്വീപാണ് കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കേട്ടോ, അതൊരു ദ്വീപാണ്, ജനവാസം ഇല്ലാത്ത ദ്വീപാണ്. ആ ദ്വീപും കണ്ടിട്ട് നമ്മൾ പോകാൻ പോണേ. നമുക്ക് പോകാനുള്ള ബോട്ടാണ്. ആ ദ്വീപിന്റെ അടുത്താ പോയിട്ട് കുളിക്കുന്നത്. ആ ദ്വീപിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ തൊയ്മു ഇവിടെ നടന്നു പോകാൻ പറ്റും. അപ്പൊ ചങ്ങായിമാരെ, നമ്മളെ കുളിക്കാൻ പോകുന്ന തോണിയെല്ലാം നമ്മളിപ്പോ തോണിയിൽ കയറിയിട്ടുള്ള യാത്രയാണ്. അപ്പോ ഈ തോണി യാത്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 96-ലൊക്കെ അപ്പൊ എന്താണ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ എന്തുണ്ട്? ലക്ഷദ്വീപിൽ ഈ സംഭവങ്ങളുള്ളൊരു മറ്റം. ഭയങ്കര വൈബാട്ടോ അങ്ങനെ പോവാന്. ഭയങ്കര ചാട്ടൊക്കെ ആയിട്ട് വയറൊക്കെ കാലിലോട്ട് ചെറുതായിട്ട്. പക്ഷെ ഞാനൊക്കെ കാണിക്കില്ല, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ മഹമൂദ ഓടി മറിഞ്ഞ് ഞങ്ങൾക്ക് നീന്താറില്ല. അത് ആലോചിച്ചോ. ഞാൻ മറ്റേ ഞാൻ പൊന്തിക്കും വെള്ളത്തില്. അതാണ് ഞാൻ ജാക്കറ്റിനകത്ത്. സംഭവം നിന്റെ വയറിലല്ല, കാറ്റ് നിറച്ചതാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, തടി. ഹലോ ഗൈസ്, ഓന നമുക്ക് 5 പേരുന്ന കാർക്കാണ്. നല്ല തടിയെല്ലാം ബണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് കിട്ടിയതാണോ പറഞ്ഞാലോ. ഇത് കല്ലാട്ടോ, കല്ല്. അപ്പൊ ചങ്ങായിമാരെ, അവര് ചെയ്യുന്നതിന്റെ പേരാണ് എന്താ ഇതിനെ പറയുന്നത്? അതായത് കടലിന്റെ അടി കാണുന്ന അല്ലേ? അതായത് കണ്ണടിയും കാര്യങ്ങളും ഫ്ലോട്ട് ചെയ്തിട്ട് നമ്മള് ഗ്ലാസ് വെച്ചിട്ട് കടലിന്റെ അടിയത്തെ മറ്റേ കാഴ്ചകളെല്ലാം കാണുന്നത് കല്ല്, അവിടെ അടിയിലുള്ള എല്ലാ സീനും കാണാൻ പറ്റും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അനസും ഫാറൂഖ് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. ഓക്കെ, എല്ലാവരും ഒന്നിച്ചിട്ട് പോയാൽ ഇവർക്ക് പഠിക്കാൻ പറ്റൂല, കാരണം മുനീർ നല്ല തടിയുണ്ട്. അപ്പൊ നീ മറ്റേ പറയാ ഡയലോഗ്, ബോഡി ഷേം വെച്ച് കളിക്കുന്നുണ്ട് മറ്റേ പറയാ ഡയലോഗ് അടിച്ചോ, കിട്ടൂല. പറ അത് പറ. എന്താണ് സ്ട്രെസ്സിന് കണക്ക് 2-3 ബിരിയാണി എനിക്ക് തടി കൂടിയ ബോഡി ഷേം ചെയ്യുന്ന പട്ടികളെ അങ്ങനെ പറ. ഓക്കെ, ഒറ്റക്ക് അത് പറഞ്ഞില്ല. ഒറ്റക്ക് വഴികെട്ടി കയറി വന്നാണ് ഞാൻ. എന്നെ മതി കോളാക്കിട്ടായി. ഓക്കെ ചങ്ങായിമാരെ, നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ വേറൊരു കാര്യമായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഈ ലക്ഷദ്വീപിൽ ജിന്ന് ഉണ്ടാക്കിയ പള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ആ പള്ളി നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇതാ സംഭവം. ഏത്? അതല്ലേ ആദ്യത്തെ പള്ളി? അതല്ലേ ഈ ജിന്ന് കെട്ടിയ പള്ളി എന്ന് പറയുന്നതിന്റെ കവാട്? അതാ ഇതാ
അല്ല കെട്ടിന്ന് പറയുന്ന പള്ളി ഏതാ? അല്ലല്ല അത് അതിന്റെ ഉള്ളില് ഉള്ളിലെത്തണം. ഓക്കെ ഇല്ല ചെരുപ്പായിക്കണം അതിന്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ തന്നെ നിസ്കാരവും ഇതിനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിവിടെ ഒരു മക്ബറാണ് അല്ലേ? ഇവിടെ തന്നെ വർണ്ണപ്പെട്ട അതിന്റെ മുകളിൽ ചെയ്യപ്പെടണ്ട. എങ്ങനെ കേട്ടില്ല. പണ്ടത്തെ ആൾക്കാരില്ലേ തൂവയില്ലേ ഇത് നോക്കിയിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്. അതായത് സൂര്യന്റെ നിഴലും അതിന്റെ നിഴല് നോക്കിയിട്ട് ഉച്ചബാങ്കായി അസർ ബാങ്കായി ഇതിന്റെ അല്ലേ? ഇതിന്റെ സ്വിറ്റ്സർലാൻഡിന്റെ ഒക്കെ ആൾക്കാർ വന്നിട്ട് ഇതൊക്കെ തന്നെ ഉള്ളതായിരുന്നു. ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത് അത് പഴയ കാലത്തെ കവാടല്ലേ? പഴയ കാലത്ത്. അപ്പൊ ഇത് ജിന്ന് കെട്ടി എന്ന് പറയുന്ന പള്ളി ഏതാ ശരിക്കും? ശരിക്കും അങ്ങറ്റത്താണ്. ഇതെങ്ങനെ തുറക്കുന്നു? ലൈറ്റ് ഓഫാ ഉണ്ടാവില്ല. ദഫ്മുട്ടില്ലല്ലേ? പുറത്തേക്ക് ഇപ്പൊ മറ്റേ പുറത്തു വന്നില്ല ചെറിയ പെരുന്നാളിനൊക്കെ ഉണ്ടാവും ദഫ്മുട്ട്. തായ്പള്ളി എന്ന് പറയും. ഇതാണ് ജിന്ന് കെട്ടിയ. അപ്പൊ ചങ്ങായിമാരെ ഇതാണ് ഇത് ലോകത്തിൽ നേടുന്നൊക്കെ ആൾക്കാർ വന്നു പോയെന്നറിയാം. വലിയ വലിയ തങ്ങന്മാര് അതുപോലത്തെ വലിയ വലിയ ആൾക്കാർ വന്നു പോയി. ഇതുവരെ ഇതിന്റെ അർത്ഥം ആർക്ക് കിട്ടിയിട്ടില്ല. അറബിയുണ്ട്, പിന്നെ വേറെന്തോ ഇതാ ഹിജ്റ എന്നൊക്കെ നമുക്ക് തന്നെ വായിക്കാം. കണ്ടില്ലേ? പക്ഷെ വേറെന്തൊക്കെയോ മിക്സഡാണ്. ഇതാ പറഞ്ഞ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഏകദേശം ഒരു 600 വർഷന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു സീസൺ ആകുമ്പോ ഇല്ലേ ഇതിന്റെ അകത്തോട് ഉപ്പ് കയറി വരും. അങ്ങനെ ഇതൊക്കെ ഒരു മെയിൻറ്റെയിൻസ് ചെയ്യാത്താണ്. അല്ലേ? വർഷങ്ങളായി ഒരു കുഴപ്പമില്ല. എങ്ങനെ നിങ്ങൾ എന്താ പറയുന്നത്? ഇങ്ങനെ അരച്ചരച്ച് ഇങ്ങനെ വരൂല്. പൊടിയാളെന്ന് കുത്തമീന നമ്മളെ കാസർഗോഡ് കുത്തമീന അറിയും. മനുഷ്യന്മാരുണ്ടാക്കിയത് എങ്ങനെയാണ് 2-3 തവണ പൊളിച്ചു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ പണ്ട് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ. ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ കാണുമ്പോ? ഇത് പിന്നെ ഇതിന്റെ ഉള്ളിൽ അറിയണ്ട യഥാർത്ഥത്തില് ഈ കൽപ്പേനി മണ്ണിലത്തെ ലക്ഷദ്വീപിൽ തന്നെ ഇവിടെ ഹാജരാകുന്നുണ്ടെങ്കിൽ ഇവിടെ ഹാജരാകുള്ളൂ അല്ലേ? അത്രയും ഇരുട്ട് നമുക്ക് തന്നെ പേടിയായി പോകും. ഇതിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ തങ്ങളുടെ ഈ ഭാഗത്തെടുത്ത സ്ഥലം. ഇതിന്റെ മുകളിൽ കട്ടിലൊക്കെ കാണും. എന്റെ കൈത്തുമേല് കയറാണ് ഞാൻ പൊക്കി കാണിച്ചത്. ഞാൻ എടുക്കാം. അങ്ങോട്ട് മാറി അപ്പൊ ഇവിടെ കാണുന്നു. ഇവിടെ ഇരുന്നിട്ട് ഈ ഭാഗത്ത് എടുത്തതാ. ഇവിടെ തന്നെ താമസം. അപ്പൊ കുട്ടികളെ കളിക്കാനൊക്കെ എന്ത് അത് സെന്റ് ഉസ്താദേക്കുന്നു. അത് എന്ത് കിട്ടിയെന്ന്. അപ്പൊ എന്തായാലും ലക്ഷദ്വീപിൽ വന്നാൽ ഇതൊരു ഭയങ്കര സംഭവം കണ്ട നമ്മള്. വെള്ളം മാത്രല്ല ആ മേരെല്ലാം നോക്കല്ലേ. അപ്പൊ ഏതായാലും നമ്മള് പള്ളി കണ്ടു. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മ പള്ളിന്റെ പുറത്തിറങ്ങി കേട്ടോ. അപ്പൊ പുറത്തിറങ്ങിട്ട് അപ്പൊ ഇതെന്താ സംഭവം കാണുന്നതാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ കടലൊന്നും വരൂല അല്ലേ? 77 ഒരു കൊടുങ്കാറ്റ് അടിച്ചു സുനാമി. അപ്പൊ അത് അതിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി കടല്. ഇത്രയും അടുത്തുള്ള സ്ഥലത്ത് കയറിയിട്ടില്ല. ഇതന്നെയാണ് പഠിച്ചോന്റെ ഒരു കുതിരത്ത് അല്ലേ?
ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ സുനാമി അടിച്ചു, ആ അപ്പോഴും ഇവിടെ കേറിയിട്ടില്ല. കേറിയില്ലേ? നമ്മൾ വന്ന റോഡിലൊക്കെ വെള്ളമായി. അവിടെ എല്ലാം കേറി ഇങ്ങോട്ട് കേറിയില്ലല്ലേ? അത് ശരി. ഇതുവരെ മാത്രമേ കയറുള്ളൂ, ഇങ്ങോട്ട് അടിച്ച് കയറൂല. ഭയങ്കര സംഭവമല്ല ഈ പള്ളി. അപ്പൊ ചങ്ങായിമാരെ ലക്ഷദ്വീപിൽ വന്നാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് സ്കൂബ. അപ്പോൾ അതിന്റെ ക്ലാസ് ആണ് ഇപ്പൊ നമുക്ക് ആദ്യം തരുന്നുള്ളത്. വെൽക്കം ടു അക്വാല. അക്വാല 14 കിലോ വെയിറ്റ് ഉണ്ടാവും കയറുന്നത്. അപ്പോൾ വെള്ളത്തിനടിയിൽ 0 വെയിറ്റ് ആണ്. വെള്ളത്തിനടിയിൽ പോയി അപ്പോൾ നിങ്ങൾ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇത് റെക്ടം പറയും. ഇത് ഫുൾ കിച്ചന് സാധനത്തിൻ്റെ ഈ സാധനം മാത്രം 3 പാർട്സ് കൂടിയിട്ടാണ് സ്കൂബ ഗിയറായി മാറുന്നത്. ടാങ്ക് BCD എന്ന് പറയും. BCD എന്ന് വെച്ചാൽ ബോയൻസി കൺട്രോൾ ഡിവൈസ് എന്ന് പറയും. ഡിവൈസ് നമ്മൾ ഫ്ലോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ വെള്ളത്തിനടിയിൽ ഇതൊന്നും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞങ്ങൾ മാസ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പം ചെയ്യാറ്. ഹോൾഡ് ചെയ്തിട്ടാണ് തുണികൊണ്ട് ക്ലോസ് ചെയ്യുന്നത്. മോശമായിട്ട് ക്ലോസ് ചെയ്യുന്നത് കവറാണ്. കവറായാലേ ബ്രീത്ത് ചെയ്യാൻ പറ്റും. കവർ ചെയ്തിട്ട് വേണം ബ്രീത്ത് ചെയ്യാൻ. നമ്മൾ ഞാൻ കാണിച്ചു തരാം, ഡെമോ കാണിച്ചു തരാം. വെള്ളത്തിനടിയിൽ വെച്ചാൽ നമ്മൾ മാസ്ക് ഒക്കെ ഉണ്ടാവും. മാസ്ക് ഫുള്ള് കവറായിരിക്കും. മൂക്കിൽ പോയി ശ്രദ്ധിക്കാൻ പറ്റില്ല. വെള്ളത്തിനടിയിൽ വെച്ച് മൂക്കിൽ ഉള്ള നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അടിയിൽ വെച്ച് ഹാൻഡ് സിഗ്നൽസ് ആണ് സംസാരിക്കുന്നത്. വെള്ളത്തിനടിയിൽ വെച്ച് ഹാൻഡ് സിഗ്നൽസ് ആണ് സംസാരിക്കുന്നത്. സ്കൂബയിൽ ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ആൻസർ ചെയ്യാൻ വരും. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തിരിച്ച് ഓക്കെ ആണ്. ഇങ്ങനെയല്ല ഓക്കെയാണ്. കൂടുതലുടെയും മാസ്റ്ററിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഓക്കെ ആണ്. ഇത് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഇത് തന്നെയാണ്. മനസ്സിലായി? ഇനി അഥവാ നിങ്ങൾ ഓക്കെ അല്ല, നോട്ട് ഓക്കെ ആണെങ്കിൽ ഇതായിരിക്കും നോട്ട് ഓക്കെ. ഇതാണ് നോട്ട്. സർഫസിൽ മുകളിൽ പൊന്തി വരാനായിട്ട് ജസ്റ്റ് അപ്പ് കാണിക്കുക. ഇതാണ് അപ്പ് ചിന്തി. ഓക്കെ അല്ല, മുകളിലേക്ക് വരാം. പെട്ടെന്നൊന്നും വരാം, പതുക്കെ കൊണ്ടുവരും. ഇനി അഥവാ വെള്ളത്തിനടിയിൽ താഴോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ഡൗൺ കാണിക്കുക. പിന്നെ ഡൗൺ കാട്ടിയാൽ താഴോട്ട് കൊണ്ടുപോകും, ഡീപ്പിൽ കൊണ്ടുപോകും. ഇതൊക്കെ ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ കൈയെല്ലാം പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾ? ഇല്ല, നമ്മൾ ഇവിടെ ക്യാരി ചെയ്തുകൊണ്ടുണ്ടാവും, കിറ്റിൽ ക്യാരി ചെയ്തുകൊണ്ടുണ്ടാവും. അതൊക്കെ കഴിച്ചതിന് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് പോകാം. ഒന്ന് ട്രൈ ആക്കി. അപ്പൊ അത് ഞാൻ ഇറങ്ങാന്ന് എന്നോട് അപ്പഴേ പറഞ്ഞില്ലേ? അപ്പൊ നീ ഇറങ്ങിയിട്ടല്ലേ? ഞാൻ ഇറങ്ങാം. അപ്പൊ ചങ്ങായി പറയുമ്പോ സ്കൂബ ഡൈ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സ്കൂബ ഡൈനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓർക്കല്ല. അതെ, കടലിന്റെ അടിയിൽ കൂടി ഒക്കെ പോയിട്ട് നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പൃഥ്വിരാജൊക്കെ അനാർക്കലി കാട്ടിയത്. ആ സാധനം തന്നെ മീനുകളൊക്കെ നേരിട്ട് ഇങ്ങനെ കാണാൻ. ആദ്യം നമ്മൾ ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പേടി തോന്നും. കാരണം കടലല്ലേ, നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങാണ്, നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. നമ്മൾ ഈ പുഴയിൽ നിന്നൊക്കെ കണ്ടുവരുന്ന ആൾക്കാരാണ്. കഴിഞ്ഞാണ്ടല്ലേ മോനെ. അതായത് ഇതിന്റെ മുകളത്തെ അവസ്ഥ മാറിയല്ല കേട്ടോ. അടിയിൽ എന്ന് പറഞ്ഞാല് ശാന്തമായി കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് അവിടെ പിന്നെയും അടിയിലേക്ക് പോകാനേ തോന്നുള്ളൂ. അപ്പൊ ലക്ഷദ്വീപിൽ വന്നാൽ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവരെ കമ്പനിന്റെ പേര് അക്വാല ഡൈവ് അഡ്വഞ്ചർ എന്നാണ് പേര്. രാവിലെ കുളിച്ചിട്ട് അതിന്റെ കടലിന്റെ അടിയിലെല്ലാം പോയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കണ്ടിട്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ആ വീഡിയോ ഇടാൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന ചെറിയ
ചെറിയ ദ്വീപിൽ. അപ്പൊ ചെറിയ ദ്വീപ് ചെറുതന്നല്ല, ആൾ താമസമില്ലാതെ ചെറിയൊരു ദ്വീപിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി മൊത്തം അവിടെ സ്റ്റേ ആണ്. മീനൊക്കെ കിട്ടും. മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ചുട്ടത്തുന്ന സീനെല്ലാം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് മീനെല്ലാം അങ്ങനെ വെച്ചാല് തീയെല്ലാം വെച്ചിട്ട് എന്തെല്ലോ ഒരു പിന്നാന്ത് ആക്കുന്നത്. ഈ പിന്നാന്ത് എന്തെല്ലോ പറയുന്നത് കഴിച്ചൊക്കെ. അപ്പൊ നമ്മളിവിടെ അവർക്ക് ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. അത് പനിയെല്ലാം വന്നിട്ട് ഇങ്ങോട്ട് വെറുതെ ചെറിയാലും പോകുന്ന കഥ പറഞ്ഞത് പിന്നെ വന്ന. ഓക്കെ, അപ്പൊ ഈ ബോട്ടിലാണ് നമ്മളിപ്പോ കയറി പോകുന്നത്. ഓക്കെ, അവിടെ എത്തിരി കാണാം. അങ്ങനെ ഞങ്ങൾ ദ്വീപിലെത്തി ഗൈസ്. ഓക്കെ, ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ ദ്വീപ്. ഇന്ന് രാത്രി മൊത്തം ഇവിടെ അടിച്ചു പൊളിക്കും. മീനൊക്കെ ചുട്ട് തിന്നിട്ട് ആൻസിന്റെ തല പൊളിക്കണം ഗൈസ്. ഓക്കെ, ഹലോ ഹലോ. അപ്പൊ ചങ്ങായിമാരെ, ഈ ദ്വീപിലാണ് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ദ്വീപിൽ മനുഷ്യവാസമില്ല. ആകെ ഉള്ളത് തെങ്ങ് മാത്രമാണ്. ഓക്കെ, തെങ്ങും ചെറിയൊരു ചട്ടക്കുരിയുണ്ട്. അപ്പൊ ആടെ രാത്രി കിടക്കും. ഊഞ്ഞാലുണ്ട്. അപ്പൊ ഇതാണ്, ബാക്കിയെല്ലാം പിന്നെ വൈബിൽ വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിന്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു സംഭവം കാണാൻ പറ്റി. ഇതിന്റെ ഉള്ളിലൊരു ചെറിയൊരു കുഞ്ഞിപ്പുയ. ഓതാ കാണുന്നത്, ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ രാത്രിയാണ് ഇതിന് ഫുള്ള് വൈബ്. പിന്നെ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നത് എന്താ പറയുക, ഇവിടെ കുറേ എന്തെല്ലോ സാധനം വീണിട്ടുണ്ട്. നമുക്ക് അതെല്ലാം പെറുക്കി എടുത്തിട്ട് അതെല്ലാം കുലുങ്ങുന്നുണ്ട്. എന്താ ചെറിയ കുഞ്ഞിപ്പുയ, അതായത് ദ്വീപിന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ കാണുന്നൊരു സംഭവമാണിത്. ചെറിയ പുയ. ഫുള്ള് ദ്വീപിൽ സെറ്റ് ആക്കുന്നുണ്ട്. ആ ചെക്കന്മാറി എണ്ണയിലേക്ക്, അല്ല സോറി, ജനറേറ്ററിൽ എണ്ണ ഇച്ചിരി സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. ഫാറൂഖ് അങ്ങ് തള്ളി വിടുന്നുണ്ട്. ഇതിവിടെ അടിച്ചു വരുന്നത്, കാരണം ഇവിടെ ജനവാസമില്ല. ഇവരിപ്പോൾ വന്നിട്ട് സെറ്റ് ആക്കുന്നുള്ളത്. ഇവ അടിച്ചു വരുന്നുണ്ട്. ഇവന് ചിരിയാണ് കഴിച്ചത്, ഭയങ്കര. അവൻ്റെ ചിരി കാരണം അവനക്ക് ആയുസ് കൂടുന്നുണ്ട്. ഇവിടെ ഒരാൾ മുണ്ട് കൊടുത്തിട്ടാകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട്. കോഴി ഇറക്കാണ്, അല്ല പൈപ്പ് മുറിക്കുന്നുണ്ട്. പിന്നെ തൈമ ഇവിടെ എത്തിയിട്ടുണ്ട്. തൈമാണ് നമ്മളെ മെയിൻ കാർ എടുത്തത്. പിന്നെ മുനീർക്ക വേറെ പൊക്കി നടക്കുന്നുണ്ട്. 8ാം മാസമായത്. എന്താ മുനീർക്ക, എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളെ? ഇതാണ് അപ്പൊ മീന് പിടിക്കുന്ന തിരക്കിലാണ്. അതിനുള്ള സെറ്റപ്പാണ് റെഡി ആക്കുന്നുള്ളത്. ആ, മീനിനെ കുത്തി പിടിക്കുന്നല്ലേ? അതേ ചിരിവ് എൻ്റെ ചന്തിക്ക് ഒരു കുത്തോട്ട്. അപ്പൊ ചങ്ങായിമാരെ, ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ വൈബ്. അപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ദ്വീപിൽ വരാം, ഇങ്ങനെ മീൻ പിടിക്കാൻ പോവാം. ഫ്രഷ് മീൻ പിടിച്ചു കൊണ്ടുവരാം, എന്നിട്ട് ചുട്ട് തിന്നാം. ാണ് പിടിക്കുന്നത് കഴിച്ചത്. ഒരു സംഭവം നമുക്ക് ഇച്ചിരി ഫ്രണ്ട് കയറി പോകുമ്പോൾ നല്ല ഫ്രീയാണ്. കിട്ടി ഇതാ സാധനം കിട്ടി. ആ കാണിച്ചോ, നിങ്ങോട്ട് കാണിച്ചോ. ഓ, വീണ്ടും ഒരു മീന് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. വലിയ മീന. എന്താ ഇതിന്റെ പേര്? അല്ല, മീന്റെ പേര് അമൂർ പിടിച്ച തമീം. ഇതെന്ത് സംഭവം? ഞണ്ട.
എടാ ഇത് കടിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് മുളക്ക. എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ് മീനെല്ലാം മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെറ്റായിട്ട് നമ്മളെ തൈമു എനിക്ക് മാറിപ്പോടെ ഇടക്കിടക്ക്. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ ഒരു മീൻ മുറിക്കുമ്പോക്ക് കുറെ സമയം ഇതെല്ലാം എടുക്കും. ഓരോ ചറപറാന്ന് മുറിച്ച് അങ്ങോട്ട് എടുക്കും. ഒരു പൂച്ച ഉണ്ടല്ലോ ദ്വീപില് പൂച്ച. ഹായ് ഹായ്. വാ അടുത്തന്നെ വരുന്നുണ്ട്. എടാ ഇതിനൊരു കഷ്ണം ഇട്ട് വിട്ടറാ. ആ ഒന്നുമല്ലേ പൂയി ആയി കഴിഞ്ഞാൽ തിന്നൂലല്ലോ. ഗൈസ് മീന് മാത്രം ചൂടുന്നതല്ല. എടാ കിച്ചൺ ഉണ്ട്. നമ്മളെ കിച്ചണിലത് കാര്യമായിട്ട് പണി എടുക്കുന്നത്. പേരെന്താണ്? ജുനൈദ്. ഫുള്ളായിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. വിറയിൽ കത്തുന്നുണ്ട്. ചോറൊക്കെ റെഡി ആകുന്നുണ്ട്. ഐസ്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ മീനെല്ലാം ചൂടാൻ പോവാണ്. അപ്പൊ കിച്ചന്റെ വൈബെല്ലാം നോക്കാം. അപ്പൊ ഇതെല്ലാം ലൈഫിൽ ആസ്വദിക്കേണ്ട സംഭവം. ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപിൽ തന്നെ വരണം. ചങ്ങായി അപ്പൊ നമ്മളെ കറീന്റെ പണിയെല്ലാം മസാല എല്ലാം പരിപാടിയിലാണ്. ആയിട്ടുണ്ടാ? നല്ല അടിപൊളി ഫിഷ് കറി ആവുന്നുണ്ട് ഇവിടെ. ഇതെന്താ സംഭവം? മീൻകറി. ചോറ് കാണു എല്ലാം കണ്ട മസാല സ്പെഷ്യല് ചൂടാനുള്ള ചൂടാനുള്ളതല്ലേ ഇത്? ഗ്രില്ലാക്കാനുള്ള മസാല റെഡിയാക്കുന്നത് നമ്മളെ കാസിം ഭായി ആണ്. കാസിം ഭായിന്റെ ഹെൽപ്പറാണ്. കാസർഗോഡ് കാസിം, അതായത് നമ്മളെ കാസർഗോഡ് നിന്ന് കല്യാണം കഴിച്ച കാസിമാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് മീനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പിന്നെയും മസാല ഇടാൻ വേണ്ടി സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ. ചങ്ങായി വീണ്ടും മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിന്റെ പേരെന്താടാ? നിന്റെ ഷിയാസ്. അപ്പൊ എല്ലാരും മീൻ ഇങ്ങനെ പൊക്കി കൊണ്ടിരുന്നുണ്ട്. അപ്പൊ കാശ് ഇനി നമ്മൾ അടുത്തത് ഗ്രില്ലടിക്കാൻ പോവാണ്. അപ്പൊ കാസിമാണ് ഇതിന്റെ മൊത്തം ഇപ്പൊ ചൂടാൻ വേണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം എല്ലാവരും പണിയെടുത്തിന്. കാസിമിന് മൊത്തം ക്രെഡിറ്റ് കൊടുക്കൂല, കാരണം ഇവൻ ചൂടാൻ വേണ്ടിട്ട് മാത്രമേ ഇപ്പൊ നിന്നിട്ടുള്ളത്. കാസിം, കാസർഗോഡ് കാസിം. ഇതെന്താണ്? തേങ്ങ കഞ്ഞ സ്പെഷ്യൽ. കുഴപ്പമില്ല. മീൻ റെഡി ആവാനല്ലേ? ജലദോഷം പിടിച്ചാന്ന് തോന്നല്ലേ? ഇത് തീനെടുത്ത് ഇതിനെ തിന്നിട്ട് ലാസ്റ്റ് ഒരു അഭിപ്രായം പറയാനുണ്ട്. രസമില്ലാന്നുണ്ടെങ്കിൽ രസമില്ലാന്ന് തന്നെ പറയാം, വിഷമിക്കരുത്. ഓക്കെ. അങ്ങനെ നമ്മള് ഫുഡെല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആ മീന് ഫുള്ള് അടിച്ചു വരുന്നുണ്ട്. ഇവന് പിന്നെയും മീൻ കൊണ്ടുവരുന്നത്. ഇവന് മീന് പൂച്ചയാണെന്ന് തോന്നുന്നു. മീൻ അപ്പപ്പം പിടിച്ചോണ്ടിരുന്നുണ്ട്. ഓ അപ്പൊ ചങ്ങായിമാരാ, നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ഫുഡെല്ലാം എത്തിക്കഴിഞ്ഞ് ഇനി കഴിക്കേണ്ട താമസമുണ്ട്. ആ ഫാറൂഖ് എന്തേ?
ചങ്ങായിമാരാ ഫുഡ് പറയാനില്ല ഒടുക്കത്തെ ടേസ്റ്റ്. അപ്പൊ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവിടെ വന്നിട്ട് തന്നെ ട്രൈ ചെയ്യാം. അപ്പൊ ചങ്ങായിമാരെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ നല്ല അടിപൊളി ചൂട് കൊള്ളാണ്. അപ്പൊ ഇനി ഏതായാലും ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് കടന്നു ഉറങ്ങും. അപ്പൊ ടെന്റ് അടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ അതെല്ലാം ഇരുട്ടെല്ലാം നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് മോർണിങ്ങിനുള്ള ബാക്കി കാഴ്ച കാണിച്ചു തരാം. ഓക്കെ. Oh guys, good night. Opening ആയില്ലേ? ചെരുപ്പിടൊന്നാവില്ലല്ലോ, പറഞ്ഞോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ നിങ്ങൾ എണീച്ചിനാ? രാവിലെ എണീച്ച? അതിവിടെ ആയിരുന്നു ഇന്നലെ രാത്രി ഫുള്ള് നമുക്ക് കണ്ട വൈഫിന്റെ സീൻ. രാത്രി ഉണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് ഇതവിടെ ചായ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ചായ നല്ല കട്ടൻ ചായ, മുട്ട മുക്കിയതെല്ലാം, പിന്നെ ബിസ്ക്കറ്റ്. അപ്പൊ ചങ്ങായിമാരെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ രാവിലത്തെ ചായ എല്ലാം കുടിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഹായ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പഴവും അവിലാണ്. എങ്ങനെയുണ്ട് മുനീർ അല്ല ഫാറൂഖെ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇറങ്ങിയിട്ട് ബോട്ടിൽ പോകുന്ന സീനെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഏകദേശം നമ്മൾ നാട്ടിൽ ഇറങ്ങാനായി. ഇന്ന് വൈകുന്നേരം ഷിപ്പ് കയറും. ഗൈസ് നമ്മളെ ബോട്ട് വന്നിട്ടാ. എന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്നലെ കൊണ്ടുപോയ കസാര, ടാങ്ക്, പൈപ്പ്, അതുപോലെ മോട്ടർ, ജനറേറ്റർ എല്ലാ സാധനമായിട്ട് തിരിച്ചു പോകണം. ഓക്കെ മുനീർക്ക. അപ്പൊ നമ്മൾ അടുത്തത് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നേരെ ഷിപ്പിൽ പോകും അല്ലേ? അപ്പൊ ഇനി നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആവും. എന്നിട്ട് വൈകുന്നേരം നമുക്ക് ഷിപ്പ് വരും. അപ്പോൾ ആ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളെ മോർണിംഗിന് കൊച്ചിയിലെത്തും. പിന്നെ കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലോട്ട് തന്നെ വരും. പിന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് നമ്മ ഈ ഷിപ്പ് കയറുന്നതും ഷിപ്പിനൊക്കെ പറ്റാണെങ്കിൽ ഇടും, അല്ല തിരക്കാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം ഇട്ട് അപ്പോൾ ഇതേ ഡ്രസ്സിൽ തന്നെ പോകുള്ളൂ. ബാക്കി എല്ലാവരും കുളിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ലക്ഷദ്വീപിൽ വന്നിട്ട് ഫുള്ള് കറുത്തുപോയി. കാരണം ഇവിടെ ഫുള്ള് വെയിലത്ത് തന്നെ മറ്റേ ബീച്ചിൽ കറങ്ങിയിട്ട് കറുപ്പടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വിഷയമല്ല, കാരണം ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലടിച്ചിട്ട് ഇപ്പോൾ മുകളിലൊന്നും ഇതായി. അതിനെ ഇപ്പം ഞാൻ സെറ്റാക്കി തരാം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നല്ല വെയിലടിച്ച് കറുത്താലൊന്നും ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ അതിന് ചെയ്യേണ്ട സിമ്പിൾ കാര്യം ഇപ്പോൾ കാണിച്ചു തരാം. യാസ്കിങ്ങിന് നമ്മളൊരു ക്രീമുണ്ട്. അപ്പോൾ ഇത് സാധാരണത്തെ ലോക്കൽ ക്രീമൊന്നുമല്ല കേട്ടോ, നല്ല ബ്രാൻഡ് സാധനമാണ്. കാരണം വെച്ചാൽ ഇതിലൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് രാത്രി ഇട്ട് കിടന്നിട്ട് മോർണിംഗിന് വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇപ്പം തന്നെ ഇട്ടിട്ട് ഇപ്പോൾ പോകാനിന് വൈകുന്നേരം ഒരു 5-6 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ അതുവരെ ഇട്ട് നിൽക്കും. അപ്പോൾ ഈ കറുപ്പല്ലല്ലേ അങ്ങ് പോയി കിട്ടും. പിന്നെ ഇതൊരു ഇങ്ങനെ നല്ല കറുത്ത ആൾക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ വരും. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം യെസ്കിങ്ങിൻ്റെ, അതിൽ ഓർഡർ ആക്കി മതി. ആ പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം പോവും. പിമ്പിള് അതുപോലെ നല്ല ഇതൊക്കെ കറുപ്പെല്ലാം അടിക്കുമല്ലോ,
അതെല്ലാം ക്ലിയർ ആയിക്കോട്ടെ. ഇതിപ്പോൾ ഞാനിട്ട് ചോറ് ഉണ്ണിയിട്ട് ഒരു കിടത്തുണ്ട്. ആ കിടക്കുമ്പോൾ ഈ മുഖത്ത് വന്ന കരിവാളിപ്പ് അതുപോലെ വെയിലടിച്ചിട്ടുള്ള ആ സംഭവമല്ലേ എല്ലാം പോവും. മെയിനായിട്ട് ഇതിൽ ഉദ്ദേശം എന്താ പറയുക, ഐസ്ക്രീം ക്രീമിൽ നമ്മളെ ഇത് അതായത് പിമ്പിള് അതുപോലെ നല്ല കറുപ്പൊക്കെ ഉണ്ടാവില്ലേ. കറുപ്പൊരു നല്ലൊരു അയകാണ് കേട്ടോ. ആ കറുപ്പിനെ ഞാൻ കുറ്റപ്പെടുത്തരുത്, കാരണം കറുപ്പും നല്ലൊരു രസമാണ്. പക്ഷെ ചില ആൾക്ക് കറുപ്പ് വേണ്ട, വെളുക്കണം, അങ്ങനെയുള്ളവർക്ക് മാത്രം ഞാൻ പറയുന്ന കേട്ടോ. അപ്പോൾ ഞാനിത് കാലാകാലമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ കുറേ പഴയ വീഡിയോയിലോട്ടെല്ലാം നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമൊക്കെ തന്നത് ഈ ക്രീമാണ്, ഈ ഐസ്ക്രീം ക്രീമാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിന് ദുബൈയിലാണ്. ദുബൈയിലും കിട്ടും, ദുബൈയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കിട്ടും. പിന്നെ ഇന്ത്യയിൽ അതുപോലെ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കിട്ടും. പിന്നെ നമ്മൾ ലക്ഷദ്വീപ്പിൽ നിന്നൊരു ഓർഡർ വരുത്തുന്നുണ്ട്, ലക്ഷദ്വീപിലേക്ക് കൊടുത്തയക്കലുണ്ട്. ലക്ഷദ്വീപ് ഇന്ത്യയിൽ തന്നെയല്ലേ. അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നല്ല റെസ്റ്റെല്ലാം എടുക്കട്ടെ. എൻ്റെ കറുപ്പെല്ലാം ഒന്ന് പോട്ടെ, കറുപ്പടിച്ചത് അതുപോലെ പിമ്പിൾ കാര്യങ്ങളെല്ലാം പോട്ടെ. ഓക്കെ, അപ്പോൾ ഞാനൊരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്ന രംഗത്തിലേക്കാണ് ഇനി വീഡിയോയിൽ വരും അത്ര. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ എല്ലാ വൈബ് അറിഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ ലക്ഷദ്വീപിൻ്റെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അറിയാത്തവർക്ക് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അതായത് ലക്ഷദ്വീപിലൊക്കെ നമ്മൾ വരുമ്പോൾ കുറേ നൂലുമാലങ്ങളുണ്ട്, അതായത് കുറേ ചൊറയുണ്ട്. അതായത് നമ്മൾ ട്രാവൽ വഴിയാണെങ്കിൽ നമ്മളെടുത്ത് നിന്ന് കുറേ പൈസ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇതാക്കും. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, ചിലർ, എല്ലാവരും അല്ല, ചിലരൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ വന്നത് പറഞ്ഞെങ്കിൽ മറ്റേ സീ റോക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിലുണ്ട്, അമ്മീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഇവിടുത്തെ ലക്ഷദ്വീപുകാരനാണ്. അപ്പോൾ അവൻ്റെ ത്രൂല് ആകുമ്പോൾ നമുക്ക് എന്താക്കാം, ഈ അതായത് പോലീസ് ഇൻക്വയറി അതുപോലെ ഇത് പെർമിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാം ഒരു പാക്കേജിൽ ചെറിയ ബഡ്ജറ്റിൽ നമ്മളൊന്നും അറിയണ്ട. നമ്മളൊരു ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവനെല്ലാം സെറ്റാക്കി തരും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ എല്ലാം എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ ഞങ്ങൾ വന്നതിപ്പോൾ ഇത് ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയില്ലാത്ത സമയത്ത്. സാധാരണ എല്ലാ പേരിലും സീസണ്. അപ്പോൾ ഇത് ഇതാണ് അടുത്ത മാസമെല്ലാം കഴിയുമ്പോൾ സീസണായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാടുണ്ട് കാണാൻ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രീ ആയത് ഇപ്പാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എല്ലാ വൈബ്, അതായത് നമ്മളെ ലൈഫിൽ എന്താ പറയുക, ഒരു ചേഞ്ചിങ്, അതായത് ഇങ്ങനത്തെ ഒരു ഇതെല്ലാം എൻജോയ് ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. കാരണം ഇതിന് വലിയ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, ചെറിയ ബഡ്ജറ്റിലുള്ള സംഭവം. അതായത് നമ്മൾ പുറത്ത് യൂറോപ്യൻ രാജ്യത്തൊന്നും പോകാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്ത്യയിലുള്ള അടിപൊളി ഒരു സ്ഥലമായ ലക്ഷദ്വീപിലേക്കാണ് വരാൻ പറയുന്നത്. കാരണം ഞാൻ നിർബന്ധിക്കുന്നില്ല, ഞങ്ങൾ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് വരാൻ ഫാമിലിയിലായിട്ട് വരാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ അമ്മീൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇനി ഷിപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണിച്ചിട്ടേ ഇല്ല. കാരണം വരുമ്പോഴേക്ക് ഞങ്ങൾ വന്നത് ഫ്ലൈറ്റിലാണ് വന്നത്. പിന്നെ ഇപ്പോൾ പോകുന്നത് അത് വന്നത് അതിരിത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് അവിടെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ എൻ്റെ ആ സ്ഥലം എനിക്ക് എന്തോ പറഞ്ഞത് തെറ്റിയെന്ന് അറിയില്ല, ആരെങ്കിലും തെറ്റാണെങ്കിൽ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ കൽപ്പനി വന്നതാണ്. കൽപ്പനി വന്നത് ഷിപ്പിൽ. ആ ഷിപ്പ് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം നല്ല കാറ്റും മഴയെല്ലായിട്ട് ആകെ പേടിച്ച് കുറച്ചൊക്കെ ഉണ്ടാവും, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഫുള്ള് കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇന്നലെ രാത്രി പോയിട്ട് അവിടെ നിന്നിട്ട് ഇപ്പോൾ വന്നതാണ്. ഇനി ഇവിടുന്ന് ഇന്ന് വൈകുന്നേരമാണ് ഇപ്പോൾ കൊച്ചിക്കുള്ള ഷിപ്പിൽ കയറുന്നത്. അപ്പോൾ കൊച്ചിയിലെ ഷിപ്പ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം, കാരണം ഷിപ്പിനൊന്നും എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് വരുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഫാറൂഖ് ഭാര്യയെ കാണാനുള്ള ഹാപ്പിയിലാണ്, മുനീർ ഭാര്യനെ കാണുന്ന ഹാപ്പി കാണുന്നില്ല, ഭാര്യയോട് ഇഷ്ടമില്ല. ഉണ്ട്, അത് ചെറുതായിട്ട് ലേറ്റായിട്ടാണ് വരുന്നത്. അതുപോലെ അനസും അത് തന്നെ ഭാര്യനെ കാണാനുള്ള ഇതാണ്. അതുപോലെ ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ബോട്ടിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഷിപ്പാണ് ചങ്ങായിമാരെ കാണുന്നത്. ഓക്കെ, നമ്മള് സാധനം ഹായ് ബ്രോ. ഗൈസ്, ഞങ്ങൾ ഷിപ്പിൽ നിന്ന് കയറിയതിന് ശേഷം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക വൈബാണ്.
ഷിപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് ഷിപ്പിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷിപ്പിനുള്ളിൽ ആർക്കും അസുഖം പിടിച്ചാൽ ഹോസ്പിറ്റലൊക്കെ സെറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റൽ. ഹായ്, ഡോക്ടറിന്റെ പേര്? ഓക്കെ, അപ്പോൾ ഇത് ഡോക്ടറാണ്. നേഴ്സ്. അപ്പോൾ ഷിപ്പിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ഡോക്ടർമാർ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇപ്പൊ മുനീർക്കാക്ക് ചെറിയ എന്തുണ്ട്, തലവേദന ഉണ്ടോ നിങ്ങൾക്ക് എന്താ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും ഒരു തലവേദനന്റെ ഗുളിക വേണം, അത് തരണം. അപ്പൊ ഇത് വേറൊന്നുമല്ല, നമ്മ ഇപ്പൊ മൊത്തത്തില് ബ്ലോഗ് എടുക്കുന്നുണ്ട്, അപ്പൊ അതിൽ കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങൾ ഷിപ്പിലെ കിടക്കാനുള്ള സ്ഥലം. ഇതാ ഫാറൂഖ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഷിപ്പില് താമസിക്കുന്ന റൂമാണ്. ഓക്കെ, അപ്പൊ ഇത് മേലെ കിടക്കുന്നതാണ് ഫാറൂഖ്. താഴെ ഇപ്പൊ ചിപ്സ് കണ്ടപ്പോ താഴോട്ടേക്ക് വന്നതാണ്. അപ്പൊ ഷിപ്പിൽ ഇങ്ങനെ ഒരു വൈബ് ഉണ്ട് വരുമ്പോ. അപ്പൊ എന്തായാലും ഷിപ്പ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, മെയിൻ പറയാനുള്ള ചാർജ് കുത്താനുള്ള ചാർജറും ഉണ്ട്. നമുക്ക് ചെറിയ റൂം, നമ്മളതായ റൂം, നമുക്ക് എന്ത് വേണമെങ്കിൽ ആക്കാം. ഇവിടെ നമ്മളെ ടീം തന്നെ ഉണ്ട്. നമ്മളെ കൊണ്ടുവന്ന എല്ലാ ടീം ഇതോടെ ഇരുന്നൊരു ചർച്ചയിലാണ്. ഹായ് ബ്രോ. പുള്ള ഞങ്ങളെ കൊടുന്നിട്ടാകെ മടുത്ത ഇല്ലല്ല. പിന്നെ തൈമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്കുകളില്ല ഗൈസ്. കാരണം ഭയങ്കര ഒരു പാവ ചെക്കനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പയ്യനാണ്. അതുപോലെ കാസിമിനെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടിയതാണ്. പ്രേമ കല്യാണാണ്, ലവ് കല്യാണം അല്ലേ? ഇതിലെ ഇപ്പുറത്തൊക്കെ കാണാം. പിന്നെ ജഡ്ഡിട്ടിട്ടാണ് ഇവന് ഉറങ്ങുന്നത്. പിന്നെ മെയിൻ ഒരു ബേജാറ് എന്താ അറിയോ, എന്താ ഒരു ഞങ്ങൾ വരുമ്പോ ഒരു സാധനം മിസ്സായി പോയി. എന്താടാ മിസ്സായത് നമ്മ വരുമ്പോക്ക്? നിന്റെ ഇവന്റെ ട്രൗസർ മിസ്സായി പോയിട്ടുണ്ട് ഗൈസ്. അതിന്റെ ബേജാറാണ്. ബ്രാൻഡ് സാധനമാണ്, വാട്സ് ഉള്ളതെന്നുള്ളല്ലേ. ഓക്കെ, അപ്പൊ ഗൈസ് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഇപ്പൊ എന്റെ നാട്ടിലേക്ക് രാവിലെ ആകുമ്പോ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ രാവിലെ എത്തിയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കാണിക്കാം. ഇല്ലമ്പോ ഇവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ആക്കും. ഓക്കെ, അപ്പൊ ഇനിയും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആള് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് ബെൽ ബട്ടൺ താച്ച് പൊളിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുത്താൽ ദീപ് മൊത്തം അറിയട്ടെ. അങ്ങനെ നമ്മള് കൊച്ചി എത്തി ഗൈസ്. ഓക്കെ, ഈ കാണുന്നതാണ് കൊച്ചി അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ കൊച്ചി എത്തിയിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് നേരെ ട്രെയിൻ കയറും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. അങ്ങനെ നമ്മള് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ടാക്സിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പൊ ടാക്സി ഡ്രൈവർക്ക് ഇവിടെ നമ്മളെ നല്ല കമ്പനിയാണ്. ഹായ്, അസ്സലാമു അലൈക്കും. ഹായ്. പേരെന്താണ്? കൊച്ചിന്ന് ടാക്സി കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ ടാക്സി കിട്ടിയത് നമുക്ക് സുബൈർഖാനാണ്. അപ്പോൾ സുബൈർഖാൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. അതെന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിക്കാൻ മനസ്സിലാവും. കാരണം ഒരുപാട് പാട്ടുകൾ പാടിയിട്ട് വൈറൽ ആയില്ലെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കാരണം വേറെ ഒന്നല്ല, ഇതാണ് നമ്മുടെ സുബൈർഖാൻ പാട്ടൊക്കെ പാടുക. ട്രൈ കിട്ടുന്നില്ല. ഈ കാണുന്ന ചുള്ളനാണ് ഈ സുബൈർഖാൻ. അപ്പൊ ഇത് ഞങ്ങൾ താടി മുടിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ അത് വെളുപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത്. പാട്ട് ഇത് കോപ്പിറൈറ്റ് ഒന്നും വരില്ലല്ലോ. അപ്പോ എങ്ങനെയുണ്ട് പാട്ട്? കാസിം അപ്പൊ ഒന്നും പറയാനില്ല. ഇക്കാന്റെ പാട്ട് പൊളിയാണ്. പിന്നെ ഇക്ക ഇപ്പൊ നോക്കണ്ട, മുമ്പ് കുറെ കളിച്ചിട്ട് വന്നൊരു മഹാ വ്യക്തിയും കൂടിയാണ്. നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇതുപോലെ നമുക്ക് സുബൈർഖാനെ പരിചയപ്പെട്ടാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി, എന്നാലും കുഴപ്പമില്ല, അടുത്ത സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സ്ഥിതിക്ക് ട്രെയിനിൽ കയറി നമ്മൾ നാട്ടിൽ പോകും. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലോഗ് എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ഞങ്ങളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സബ്സ്ക്രൈബ് ചെയ്തോ, ഒരു ബെൽ ബട്ടൺ അമർത്തിക്കോ. കാരണം ഇനിയും ബ്ലോഗ് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ളതാണ്. ഓക്കെ, ബൈ.